നമസ്കാരം. കേരളത്തിൽ NPR നടപ്പാക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി അതിനെ സംബന്ധിച്ച് ഒരു ഗസറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനോട് അത്തരം ശബ്ദങ്ങൾ ഉയർത്താൻ ഈ നാട്ടിൽ ചുരുക്കം ചില സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് ബംഗാളാണ്, മറ്റൊന്ന് തമിഴ്നാടാണ്, പിന്നീട് കേരളമാണ്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം എന്താണോ അവർ നിശ്ചയിക്കുന്നത് അപ്പം തന്നെ നടപ്പാക്കിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ അതിനെതിരെ നിരന്തരം പൊരുതി നിലനിൽപ്പില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുന്ന സന്ദർഭത്തിൽ വഴങ്ങേണ്ടി വരുന്നത് വരെ പോരാടുന്നവരെ പരിഹസിക്കാൻ നമ്മുടെ നാട്ടിൽ ചിലരുണ്ടാകും. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പറഞ്ഞ സ്പോട്ടിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ടീമാണ് ഈ അധിക്ഷേപിക്കാറുള്ളത്. NPRമായി ബന്ധപ്പെട്ട് എന്താണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടെന്നും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് താമസിക്കുന്ന മനുഷ്യരെ ഒരിക്കലും പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കില്ല. ഈ നാട്ടിലെ മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ തെളിയുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന കുറിപ്പൊന്ന് കേൾക്കണം. ഒരു കാരണവശാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ NPR നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത്. 2027 സെൻസസ് നടപടികൾ പുനരാരംഭിക്കുന്ന വേളയിൽ അതിന്റെ ഭാഗമായി കേരളത്തിൽ NPR നടപ്പാക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡമാക്കുന്നതിലൂടെ പുറന്തള്ളുന്ന രാഷ്ട്രീയമാണ് പൗരത്വ ഭേദഗതി നിയമം മുന്നോട്ട് വെച്ചത്. അങ്ങേയറ്റം വിവേചനപരവും പ്രതിലോമകരവുമായ പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന ഉറച്ച നിലപാടാണ് LDF സർക്കാരിനുള്ളത്. NRCയുടെ മുന്നോടിയായുള്ള പ്രക്രിയയായി കണക്കാക്കപ്പെടുന്ന ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പുതിയ വിജ്ഞാപനത്തിലൂടെ വീണ്ടും സ്പഷ്ടീകരിക്കപ്പെടുകയാണ്. ഇതിനോടൊപ്പം ഒരു കാർഡ് കൂടി മുഖ്യമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധമായിട്ട് കേരളം മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മുസ്ലിം മതവിഭാഗത്തെ ഈ രാജ്യത്ത് അപരവൽക്കരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ NRC പദ്ധതി അത് കേരളത്തിലെ സർക്കാർ തുടരുന്നിടത്തോളം കാലം നടപ്പാക്കില്ല എന്നതിൻ്റെ ശക്തമായിട്ടുള്ള സന്ദേശമാണ് അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. എന്തായാലും ഇത് കേട്ട ഉടനെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയേണ്ട കാര്യമില്ല. സംഘികൾക്കും സുഡാപ്പികൾക്കും ഒരേപോലെ അത് വല്ലാത്ത വിമ്മിട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും കമന്റുകൾ അതിൻ്റെ താഴെ കയറി വായിച്ചു നോക്കിയാൽ ഒരേ സ്വരമാണ്. ഒരാൾ നടപ്പാക്കുമെന്നും മറ്റൊന്ന് നിങ്ങൾ നടപ്പാക്കി കൊടുക്കുമെന്നുള്ള പിന്തുണ കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കാര്യം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ മറ്റ് ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അനാവശ്യമായ സന്ദർഭങ്ങളിൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് കണ്ടോ, അതായത് അർദ്ധസത്യങ്ങൾ നിറഞ്ഞ ചില കാര്യങ്ങളെ ഇവർ തന്നെ കേരളത്തിൽ രണ്ടുപേരുടെയും പ്രധാനമായിട്ടുള്ള ശത്രു ഇടതുപക്ഷ സർക്കാരാണ്. രണ്ടും വർഗീയ സംഘടനകളാണ്. വർഗീയ സംഘടനകളെ സംബന്ധിക്കുന്നിടത്തോളം പുരോഗമന നിലപാടുള്ള ഇടതുപക്ഷ സർക്കാർ പോയി കഴിഞ്ഞാലേ ഞങ്ങൾക്കിവിടെ തമ്മിൽ തല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ നാട്ടിൽ സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന മനുഷ്യരെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ SIR വിഷയം വന്നപ്പോൾ അതിൽ ഈ നാട്ടിൽ താമസിക്കുന്ന മനുഷ്യർ വോട്ടവകാശം ഉറപ്പാക്കാൻ വേണ്ടി അടിയന്തരമായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള നടപടി ഈ രാജ്യത്ത് തന്നെ സ്വീകരിച്ച ഏക സർക്കാരാണ് കേരളത്തിലുള്ളത്. കാര്യം SIR നടപ്പിലാക്കിക്കൊണ്ട് കുറെ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ഈ നാട്ടിൽ അവർ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ, ഈ നാട്ടിലെ വോട്ടറാണെന്ന് തെളിയിക്കാൻ അവർക്ക് ഏതെങ്കിലും രേഖകളുടെ കുറവുണ്ടെങ്കിൽ അത് ഈ സംസ്ഥാനത്ത് നിന്നുള്ള സർക്കാരിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്ത് അവരുടെ വോട്ടവകാശം ഉറപ്പാക്കാൻ വേണ്ടി ഇടപെട്ടത് ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അത് കേരള സർക്കാരാണ്. അങ്ങനെ SIRമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അടിയന്തര ഇടപെടൽ നടത്തിയിട്ട് അതുപോലെ തന്നെ ഈ നാട്ടിൽ NPR നടപ്പിലാക്കി കളയാമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ചില തീരുമാനങ്ങൾക്ക് ശക്തമായിട്ടുള്ള സന്ദേശം എന്നുള്ള നിലയ്ക്ക് ഈ നാടിന്റെ ഫെഡറൽ സംവിധാന സിസ്റ്റം വെച്ചിട്ടും ഈ സർക്കാരിന്റെ അധികാര പരിധി വെച്ചിട്ടും ഒരു പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ നാട്ടിൽ താമസിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട മനുഷ്യരുടെ ആശങ്ക അകറ്റാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും പറയുന്ന കാര്യങ്ങൾ മാത്രമേ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളൂ, ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആരുടെയെങ്കിലും കണ്ണിപ്പൊടിയിടാനായിരിക്കില്ല. അങ്ങനെ ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന് ഏഴറ്റം വരെയും പോകാൻ കഴിയുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.